ഈ സിനിമയെക്കുറിച്ച് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് അങ്ങനെ ഒരു ഡയറക്റ്റായിട്ടൊരാൾ അഭിപ്രായം പറയുന്നത് മോഹൻലാലാണ്. അദ്ദേഹം സിനിമ ഇറങ്ങി 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ലൊക്കേഷനിലേക്ക് വന്നു. അപ്പോൾ എന്നെ കണ്ടുകൊണ്ട് പറഞ്ഞു, സിബി നമ്മുടെ വീടും ഭയങ്കര ഹിറ്റാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഞാനും കേൾക്കുന്നുണ്ട്. ഇല്ല, ഭയങ്കര ഹിറ്റാണ്. അത് അയാളുടെ വായിൽ നിന്ന് തന്നെ കേൾക്കുക എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. തിയേറ്ററിൽ അന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് കണ്ടവരും അന്ന് ഇറങ്ങിയപ്പോൾ ജനിച്ചിട്ടില്ലാത്തവരും അല്ലെങ്കിൽ അന്ന് ഇറങ്ങിയപ്പോൾ തിയേറ്ററുകളിൽ പോയി കണ്ട് സിനിമകൾ കാണാനുള്ള പക്വത എത്തിയിട്ടില്ലാത്തവരൊക്കെ മറ്റു പല സോഴ്സുകളിലൂടെ ഇത് കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലോ യൂട്യൂബിലോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. ചിലർ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ബിറ്റ്സും പല സ്ഥലങ്ങളിൽ ചില റീൽസായിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇതിനൊക്കെ മുകളിലാണ്. ഈ കണ്ട കാര്യങ്ങൾക്കെല്ലാം മുകളിലായിട്ട് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാകുക. സാർ, കിരീടത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു അറിയാത്ത കഥകളുണ്ടാവില്ല. നമ്മൾ ഒരുപാട് കഥകൾ സാറിന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ റിലീസിൽ സിനിമ വരുന്നു എന്ന് പറയുമ്പം ആദ്യമായിട്ട് സിനിമ റിലീസ് ചെയ്ത് അന്നത്തെ ഒരു അനുഭവം ഓർമ്മ ഉണ്ടാവുമല്ലോ, അന്ന് എങ്ങനെയായിരുന്നു? അന്ന് റിലീസ് ചെയ്യുമ്പം ഞാൻ കേരളത്തിലില്ല. വേറെ സിനിമയുടെ ഷൂട്ടാണോ? ഞാൻ ചെന്നൈയിലാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് താമസം ചെന്നൈയിലായിരുന്നു അന്ന്. അതുകൊണ്ട് ഇവിടെ പടം ഇറങ്ങി അന്ന് തന്നെ പടം ഹിറ്റാകുന്നു എന്നുള്ള വാർത്തകളൊക്കെ അറിയുന്നുണ്ട്. അന്ന് ഇന്നത്തെ പോലെ അത്ര പെട്ടെന്ന് എത്തുകയല്ലോ, കാരണം ലാൻഡ് ഫോൺ വഴിയുള്ള കമ്മ്യൂണിക്കേഷനല്ലേ ഉള്ളൂ. ഇപ്പം എൻ്റെ വീട്ടിലായിരുന്നുകൊണ്ട് വീട്ടിലേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സിനിമ ഒരിക്കലും തിയേറ്ററുകളിൽ വന്ന് പ്രേക്ഷകരോട് ഇരുന്ന് അന്ന് കാണാനുള്ള അവസരം കിട്ടിയില്ല. കാരണം ഞാൻ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ് അടുത്ത സിനിമയ്ക്ക് പോയി. ദശരഥത്തിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഊട്ടിയിലേക്ക് പോയി. ഷൂട്ടല്ല, അതിൻ്റെ പ്രീ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമയുടെ തിയേറ്ററിലെ പ്രേക്ഷകരുടെ ഒരു അവരെങ്ങനെ അതിനെ റിസീവ് ചെയ്തതെന്നുള്ളതൊന്നും കാണാൻ പറ്റിയില്ല. തിയേറ്ററിലെ കയ്യടികളും ആഹ്ലാദങ്ങളും ഒന്നും നേരി കാണാൻ കഴിഞ്ഞില്ല. ഈ സിനിമയെക്കുറിച്ച് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് അങ്ങനെ ഒരു ഡയറക്റ്റായിട്ടൊരാൾ അഭിപ്രായം പറയുന്നത് മോഹൻലാലാണ്. അദ്ദേഹം സിനിമ ഇറങ്ങി 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ദശരഥത്തിൻ്റെ ലൊക്കേഷനിലേക്ക് വന്നു. അപ്പോൾ എന്നെ കണ്ടുകൊണ്ട് പറഞ്ഞു, സിബി നമ്മുടെ വീടും ഭയങ്കര ഹിറ്റാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഞാനും കേൾക്കുന്നുണ്ട്. ഇല്ല, ഭയങ്കര ഹിറ്റാണ്. അപ്പോൾ എന്ന് പറയുന്ന പോലത്തെ അത് അയാളുടെ വായിൽ നിന്ന് തന്നെ കേൾക്കുക എന്നുള്ളത് ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ പുള്ളിക്കും കേട്ടറിവുകളാണല്ലോ, പുള്ളിയും തിയേറ്ററിൽ പോയി കാണുന്നതല്ലോ. അല്ല, അതാണ് ആ കിരീടത്തിൻ്റെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കുകളെ പറ്റി ഉള്ള ഓർമ്മകൾ. അന്ന് തിയേറ്ററിൽ പോയി ഒരു സിനിമയും അങ്ങനെ കാണാറുണ്ട്. പക്ഷെ നമ്മൾ ഈ സമയത്ത് നമ്മൾ അവിടെ ഇല്ലാതെ പോയല്ലോ. ഞാൻ താമസം ചെന്നൈയിലായിരുന്നു. ഇപ്പോൾ ഞാൻ ഹിസാന അബ്ദുള്ള ഇറങ്ങിയ സമയത്ത് ഞാൻ കുറച്ച് 1-2 തിയേറ്ററുകളൊക്കെ പോയി ജസ്റ്റ് കുറച്ച് നിന്ന് അടുത്ത തിയേറ്ററിൽ പോകും, അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ സമറിൻ ബദ്രഹം സമയത്തും കുറേ തിയേറ്ററുകളൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ സമയമുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള ചിലപ്പം അത് കൂടുതലും ഈ നിർമ്മാതാക്കളായിരിക്കും അതിനുള്ള ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ കൂടെയൊക്കെ പോകും. പക്ഷേ ഈ സിനിമ ഇതൊക്കെ നമുക്ക് ശരിക്കും അന്ന് നമ്മളൊരു വർക്ക് ചെയ്തിട്ട് അതിന് ഒരു സ്വീകാര്യത കിട്ടുന്നത് നേരിട്ട് കണ്ട് അനുഭവിക്കുമ്പോഴാണ് ആ സർക്കിൾ പൂർത്തിയാവുക. അല്ലെങ്കിൽ നമ്മൾ ഒരു എൻഡിൽ നമ്മളും പ്രേക്ഷകർ മറ്റൊരു എൻഡിൽ നിൽക്കുന്ന ഒരു അവസ്ഥയ്ക്ക് വരും. ആ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്ന അപ്പോഴാണ്. അന്ന് എനിക്കത് പല സിനിമ അങ്ങനെയായിരിക്കും അല്ലേ, ഒരു സിനിമ റിലീസ് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അടുത്ത സിനിമയിലേക്ക് പോകും. ഞാൻ 3-4 സിനിമകൾ ഒരുമിച്ച് ചെയ്ത വർഷങ്ങളുണ്ടല്ലോ. അപ്പം അതിൻ്റെ ഒരു സമയത്ത് അതൊന്നും ആസ്വദിക്കാൻ അന്നൊന്നും നമ്മളതിനെ അത്ര ഒരു മാറി നിന്ന് കാണാൻ പറ്റാത്തൊരവസ്ഥയുണ്ടല്ലോ. നമ്മൾ അതിനകത്ത് ഒഴുകുകയാണല്ലോ. നമ്മുടെ ആ തിരക്കിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോഴാണ് നമ്മൾ അതിനെയൊക്കെ കുറച്ച് വീണ്ടും ഓർമ്മ അത് ഇപ്പോൾ നമുക്കത് അങ്ങനെയൊക്കെ നേരിട്ട് കാണാനും ആസ്വദിക്കാനും കഴിഞ്ഞില്ലല്ലോ എന്ന് തോന്നാറുണ്ട്. ഈ മോഹൻലാലിൻ്റെ പീക്ക് പെർഫോമൻസ് ആണ്, അതാണ് ഇപ്പോൾ വീണ്ടും തിയേറ്ററിലേക്ക് വരാൻ പോകുന്നത്. അത് തിയേറ്ററിലിരുന്നിപ്പം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. TV യിൽ നമ്മൾ ഒരുപാട് വട്ടം കണ്ടെങ്കിലും തിയേറ്ററിൽ ആ പെർഫോമൻസ് കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് പ്രേക്ഷകർക്ക് ഉണ്ടാവും. അവരോട് എന്താ പറയാനുള്ളത്? ഇല്ല, ഇത് ഇപ്പോൾ പറഞ്ഞതുപോലെ തിയേറ്ററിൽ അന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് കണ്ടവരും അന്ന് ഇറങ്ങിയപ്പോൾ ജനിച്ചിട്ടില്ലാത്തവരും അല്ലെങ്കിൽ അന്ന് ഇറങ്ങിയപ്പോൾ തിയേറ്ററുകളിൽ പോയി കണ്ട് സിനിമകൾ കാണാനുള്ള പക്വത എത്തിയിട്ടില്ലാത്തവരൊക്കെ മറ്റു പല സോഴ്സുകളിലൂടെ ഇത് കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലോ യൂട്യൂബിലോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും.
ചിലർ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ബിറ്റ്സും അതവിടെ പല സ്ഥലങ്ങളും ചില റീൽസായിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ ഇതിൻ്റെയൊക്കെ മുകളിലാണ്. ഈ കണ്ട കാര്യങ്ങൾക്കെല്ലാം മുകളിലായിട്ട് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാകുക. ഇപ്പം ഞാൻ തന്നെ ഈ സിനിമ തിയേറ്ററിൽ അന്ന് കാണാൻ പറ്റാഞ്ഞിട്ട് ഒരു 1.5-2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, തിരുവനന്തപുരത്ത് അല്ല ചെന്നൈയിൽ മലയാളി സമാജം അവിടെ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടത്തി. അപ്പോൾ അവരുടെ അവസാനത്തെ ദിവസത്തെ സിനിമയായിട്ട് ക്ലോസിങ് മൂവിയായിട്ട് ഇത് വെച്ചത് കിരീടമാണ്. അപ്പോൾ അവരെന്നെ വിളിച്ചു, ആ ദിവസം വരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി. പക്ഷെ അവിടെ സ്ക്രീനിങ് നടത്തിയത് ഒരു സാധാരണ ഹാളിലാണ്. അത്ര വലിയ ക്വാളിറ്റിയുള്ള സ്ക്രീനിങ് ഒന്നും ആയിരുന്നില്ല. എങ്കിലും വർഷങ്ങൾക്ക് ശേഷം ആ സിനിമ അങ്ങനെ ഒരു സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞത് ശരിക്കും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്നത് പറയാൻ പറ്റത്തില്ല. എങ്കിൽ പോലും അങ്ങനെ ഒരു വലിയ സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞത് അവിടെയാണ്. പിന്നെ ഇപ്പോൾ ഈ റീമാസ്റ്ററിങ്ങിൻ്റെ ഘട്ടത്തിൽ, അതായത് ഇത് NFDC ആണ് ഇത് റീമാസ്റ്റർ ചെയ്യുന്നത്. റീമാസ്റ്റർ അല്ല, അത് ശരിക്കും ഒരു റെസ്റ്റോറേഷനാണ്. അതായത് നാഷണൽ അവാർഡ് കിട്ടിയ സിനിമകളൊക്കെ അവർ ആർക്കൈവ്സിലുണ്ട്, സൂക്ഷിക്കും അവർ. നമ്മൾ അവാർഡിന് അപേക്ഷിക്കുമ്പോൾ കൊടുക്കുന്ന പ്രിൻ്റ് അവാർഡ് കിട്ടിയാൽ അവർ അവിടെ റെസ്റ്റോർ ചെയ്യും. അതൊരു അവരുടെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് മാറും അത്. അപ്പോൾ ഇത് അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു. മോഹൻലാലിൻ്റെ നാഷണൽ അവാർഡ് കിട്ടിയ സിനിമ ആയതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പം അവരാദ്യമായിട്ട് റെസ്റ്റോർ ചെയ്ത സിനിമ ഇതാണ് മലയാളത്തിൽ നിന്ന്. NFI എന്ന് പറയുന്ന നാഷണൽ ഫിലിം ആർക്കൈവ്സ് ഓഫ് ഇന്ത്യയും ആണ് പൂനെയിലെ ആർക്കൈവ്സിൻ്റെ കേന്ദ്രം. ബോംബെയിലാണ് NFDC ഉള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ഈ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് എന്നെ അവിടുന്ന് NFDC നിന്ന് വിളിക്കുകയും അവരുടെ ഈ പ്രോസസ്സ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അവർ റെസ്റ്റോറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ DOP പോയിട്ട് അത് ഒന്നുകൂടെ വെരിഫൈ ചെയ്യണം. അയാൾ അയാൾക്ക് എന്തെങ്കിലും അതിനകത്ത് ഇനി ചെയ്യാനുണ്ടെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് അത് ചെയ്യാം, കളർ കറക്ഷനൊക്കെ ചെയ്യാം. അത് ചെയ്ത് അയാൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫിലിം മേക്കർ ഡയറക്ടർ പോയിട്ട് അത് കണ്ട് ഡയറക്ടറുടെ ഫൈനൽ അപ്രൂവലോട് കൂടിയാണ് ആ പ്രോസസ്സ് തീരുന്നത്. അങ്ങനെ അത് പോയി ചെയ്തിരുന്നു. അപ്പോഴാണ് രണ്ടാമത് വീണ്ടും ഒരിക്കൽ കൂടെ കാണുന്നത് തിയേറ്ററിൽ ഫുള്ളായിട്ട് അവിടെ ഒറ്റയ്ക്കിരുന്ന് കാണുന്നതാണ്. അതിനുശേഷം ഇത് കഴിഞ്ഞ IFFIയിൽ ഗോവയിൽ ഇതിൻ്റെ ഒരു പ്രീമിയർ, ഒരു റെഡ് കാർപ്പറ്റ് പ്രീമിയർ ഷോ നടത്തി. അതായത് മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ റെസ്റ്റോർഡ് മൂവി എന്ന നിലയിൽ നമ്മളെ വിളിച്ചിരുന്നു അവിടെ. അപ്പോൾ അവിടെ ഈ സിനിമ ഓഡിയൻസിന് പ്രസൻറ്റ് ചെയ്തത് ഞാനാണ്. ഓഡിയൻസ് എന്ന് പറയുന്നത് മലയാളികൾ കുറച്ച് പേരുണ്ട്, അതിനേക്കാൾ കൂടുതൽ നോൺ മലയാളീസ് ആയിട്ടുള്ള ഇന്ത്യൻ ഓഡിയൻസ് ഉണ്ട്, അതിനേക്കാൾ കൂടുതലായിട്ട് ഇൻ്റർനാഷണൽ ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ സിനിമ തുടങ്ങിയപ്പോൾ ഓഡിയൻസിന് മുമ്പിൽ വന്ന് ഈ സിനിമ പ്രസൻറ്റ് ചെയ്ത് ഞാൻ കുറേ നേരം ഇരുന്ന് കണ്ടു. ലേറ്റ് നൈറ്റ് ഷോ ആയിരുന്നു, അതുകൊണ്ട് പിന്നെ ഞാനങ്ങ് പോന്നു. ഞാൻ യാത്ര ചെയ്ത് ഒരു ക്ഷീണത്തിലേക്കായിരുന്നു ചെന്നത്. പക്ഷേ പിറ്റേ ദിവസം എന്നെ പലരും അവിടെ വെച്ച് കണ്ടപ്പോൾ എനിക്കത് ആസിഫ് ഉണ്ടായിരുന്നു, ടൊവിനോ ഉണ്ടായത്. അവരൊക്കെ പറഞ്ഞു, സാർ ഇന്നലെ എവിടെയായിരുന്നു? പടം കഴിഞ്ഞിട്ട് ആ ഫോറിൻ ഡെലിഗേറ്റ്സ് മുഴുവൻ എവിടെയാവും, ഡയറക്ടർ എവിടെയെന്ന് ചോദിച്ചില്ല. ഞങ്ങൾ തുടക്കത്തിൽ എന്നെ കണ്ടല്ലോ, ഈ ഡയറക്ടറെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് അവരോട് നിൽക്കുക. അത് ഞാൻ ഒരു ഭയങ്കര മിസ്സിങ് ആയിപ്പോയി. കാരണം ഇതിൻ്റെ ഒറിജിനൽ റിലീസ് സമയത്ത് നമ്മുടെ നാട്ടിലെ ആൾക്കാരിൽ നിന്ന് അത് കിട്ടിയിട്ടില്ല. ഇതൊക്കെ പറഞ്ഞു കേട്ട അപ്രിസിയേഷൻസ് ആണല്ലോ. പക്ഷെ ഇത് അങ്ങനെ മിസ്സായിപ്പോയി. ഇതിപ്പം തിയേറ്ററിലേക്ക് വീണ്ടും എത്തുമ്പോൾ എന്തായാലും ഓഡിയൻസിൻ്റെ കൂടെ ഒന്ന് ഒരിക്കൽ കാണാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ. അതെ, എനിക്ക് ഓർമ്മയുണ്ട് നമ്മളോട് സാർ പറഞ്ഞിട്ട് ഇപ്പോൾ സദയം വീണ്ടും ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. കാരണം മോഹൻലാൽ എന്ന പെർഫോമറെ ഇന്നത്തെ തലമുറ കാണണം എന്നുള്ളത് കൊണ്ട് തന്നെ. ഈ കിരീടത്തിൻ്റെ കഥ മുഴുവനായിട്ട് പറയുമായിരുന്നോ മോഹൻലാലിനോട്, അല്ലെങ്കിൽ ആദ്യം എങ്ങനെയായിരുന്നു പ്രസൻറ്റ് ചെയ്യുന്നത്? ഒരു മോഹൻലാൽ പ്രോജക്റ്റ് എന്നുള്ള രീതിയിലേക്കാണല്ലോ ഈ സിനിമയിലേക്ക് എത്തുന്നത്. എന്നിട്ട് കഥയായി പറയുമായിരുന്നോ, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയി സംസാരിക്കുകയായിരുന്നോ, ഒരു ഐഡിയ പറയുമായിരുന്നോ, എങ്ങനെയായിരുന്നു? അല്ലല്ല, ഈ കഥ നമ്മുടെ കയ്യിൽ രൂപപ്പെട്ട് കഴിഞ്ഞ ശേഷം ഞാനും ലോഹിയും തമ്മിൽ ഇങ്ങനെ പറഞ്ഞു ലോഹി മനസ്സിലിട്ട് വളർന്ന് വരുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് തന്നെ കാണും, ഞങ്ങൾ ഒരുമിച്ചിരിക്കും. ആ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഓരോ ഘട്ടങ്ങളിലും ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് അങ്ങനെ ഒരു പൂർണ്ണ രൂപം എത്തിക്കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ലാലിലേക്ക്, അപ്പോൾ ലാലാണ് എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു ക്യാരക്ടർ. പിന്നെ ലോഹിയും ലാലുമായിട്ട് അതിനു മുമ്പ് സിനിമകൾ ചെയ്തിട്ടില്ല. അവരുടെ ഫസ്റ്റ് സിനിമയാണിത് ശരിക്കും, ആ കോമ്പിനേഷൻ്റെ. അതൊന്ന് അങ്ങനെ ഒരു പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ട്. ഞാൻ ലാലിനെ വെച്ചിട്ട് അതിനു മുമ്പ് ദൂരെ ഒരു കൂട്ടുകെട്ടം ചെയ്തിട്ടുണ്ട് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്നല്ലേ, അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആയ സമയത്തുള്ള അല്ലാത്ത അടുപ്പങ്ങളുണ്ട്.
അപ്പം ലോഹി കഥ പറഞ്ഞപ്പോൾ നമുക്ക് ലാലാണെന്നുള്ളത് ഞങ്ങൾ രണ്ടും മനസ്സോട് തീരുമാനിച്ചു. പിന്നെ ഒരു പ്രോജക്റ്റായിട്ട് ഈ പ്രൊഡ്യൂസർമാരെത്തുമ്പോൾ അവർ ഞങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത് മോഹൻലാലിനെ വെച്ചിട്ടുള്ളൊരു കഥയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം അവർ മോഹൻലാലിൻ്റെ ഡേറ്റ് അവർക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ, അല്ലെങ്കിൽ അവരുടെ ആ സൗഹൃദം കൊണ്ട് അവർക്ക് ആദ്യത്തെ സിനിമ മോഹൻലാലിനെ വെച്ച് തന്നെ ചെയ്യണമെന്നുള്ള തീരുമാനത്തിലാണ് അവർ വരുന്നത്. അപ്പോൾ അതിനായിട്ട് ഞങ്ങളെ സമീപിക്കുമ്പോൾ ഞങ്ങളിൽ ഈ കഥയുണ്ട്. അപ്പോൾ ഈ കഥ പറഞ്ഞപ്പോൾ അവർക്കത് ഓക്കെയാണ്, അവർക്ക് ഭയങ്കര താല്പര്യമായി കഴിഞ്ഞു. പിന്നെ ലാലിലേക്ക് എത്തുക എന്നുള്ളത്. ലാലിലേക്ക് എത്തുമ്പോഴത്തേക്കും ലാലിൻ്റെ വീട്ടിൽ പോയി, മുടവൻ മുകളിലുള്ള ലാലിൻ്റെ വീട്ടിൽ പോയിട്ടാണ് ഈ കഥ പറയുന്നത്. അപ്പോൾ ലാല് കഥ പൂർണ്ണമായിട്ടും നമ്മൾ ഒരു വെർബൽ ആയിട്ടുള്ള ഒരു നറേഷനാണ്. ഒരു സ്ക്രിപ്റ്റ് വായനയോ എഴുതി വായിക്കലോ ഒന്നും എഴുതിയിട്ടില്ല, ഒരു പേപ്പറിൽ ഒന്നും പകർത്തപ്പെട്ടിട്ടില്ല, ലോഹിയുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. അത് കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ ലാൽ, എനിക്ക് ഓർമ്മയുണ്ട്, ലാല് വളരെ ലോഹിയുമായിട്ട് വലിയ പരിചയമില്ല, ലോഹി എന്ന എഴുത്തുകാരനെ ലാലിന് അറിയില്ല, എന്നെ മാത്രമാണ്, അല്ലെങ്കിൽ എന്നെ ഉണ്ണീനെ മാത്രമാണ് അറിയാവുന്നുള്ളത്. അപ്പോൾ ലാലൊരു സാധാരണ ഒരു കഥ കേൾക്കുന്ന പോലെ വളരെ ലാഘവത്തോടെ കേട്ടു. ഇങ്ങനെ ഒരു സോഫയിൽ ഇങ്ങനെ ചാരി ഇരുന്ന് പറയൂ എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു. ചാരിയൊക്കെ ഇരിക്കുക, കാലൊക്കെ കയറ്റിയിരുന്ന് ഇങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കാലുമേ കാല് കയറ്റിയൊക്കെ താഴെ വന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പുള്ളി നേരെയായി. ഇൻ്റർവെല്ലായപ്പോൾ പുള്ളി ഇങ്ങനെ മുമ്പോട്ടിരുന്നു. പറഞ്ഞ് തീരുന്നുണ്ടെങ്കിൽ പുള്ളി പറഞ്ഞു, നമ്മളിത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. പുള്ളി അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പടം കഴിഞ്ഞാൽ ജോഷി സാറിൻ്റെ നാടുവാഴിയുള്ളൊരു പടം കൂടെ കമ്മിറ്റഡാണ്. അത് കഴിഞ്ഞ് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്, അതൊക്കെ ഒന്ന് തള്ളുകയാണ്. അത് കഴിഞ്ഞാൽ ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം വളരെ ഷോർട്ട് നോട്ടീസിലായി. ഇപ്പോൾ എഴുതിയിട്ടില്ല. ഒരു ജനുവരി അവസരം കണ്ടാണ് ഈ കഥ പറയുന്നത്. ഏപ്രിൽ ഷൂട്ട് തുടങ്ങില്ലെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ നമുക്ക് സമയം കുറവ്. ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് പേഴ്സണൽ ലൈഫിൽ കുറേ തിരക്കുകളുണ്ട്. ലോഹിയുടെ ഭാര്യ പ്രസവത്തോടടുത്ത് നിൽക്കുന്നു, എൻ്റെ കല്യാണമാണ്. ഇതിൻ്റെയൊക്കെ തിരക്കിലിനിടയിൽ കൂടെ ഇതൊക്കെ സംഭവിക്കുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞ് 4-ാം ദിവസം ഞാൻ ഈ ലൊക്കേഷനിലേക്കാണ് വരുന്നത്, ഭാര്യ ഉൾപ്പെടെ. അപ്പോൾ അത്തരത്തിൽ ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ വലിയ സന്തോഷങ്ങളും മാറ്റങ്ങളും ഒക്കെ സംഭവിക്കുന്നൊരു ഘട്ടത്തിലാണ് ഈ സിനിമയും സംഭവിക്കുന്നത്. അപ്പോൾ അത് വളരെ ക്ലോസ് ടു ഹാർട്ട് ഒരു സിനിമയാണ്. ലോഹി സാർ പറഞ്ഞ് വായിച്ചിട്ടുണ്ട്, 3 ദിവസം കൊണ്ട് എഴുതി തീർന്നു ഇതിൻ്റെ തിരക്കഥ. സെക്കൻഡ് ഹാഫ് എഴുതാൻ 1.5 ദിവസമേ, അതായത് ജസ്റ്റ് പേന വെച്ചാൽ മതി അതങ്ങ് ഒഴുകുമായിരുന്നു എന്ന്. അത്രയും ഉള്ളിൽ ഉള്ളത് കൊണ്ടല്ലേ അതിന് കൊടുത്ത പ്രഷർ. എൻ്റെ കല്യാണത്തിന് വരാൻ വേണ്ടി ഇത് എഴുതി തീർത്താലേ കല്യാണത്തിന് വരാൻ പാടുള്ളൂ എന്നുള്ള തീരുമാനം പ്രൊഡ്യൂസർമാർ കൊടുത്തുകൊണ്ടാണ്. പിന്നെ അതല്ല, ആ ഒരു എഴുത്തിൻ്റെ സ്പോണ്ടേനിറ്റി എന്ന് പറയുന്നത് ആ സ്ക്രിപ്റ്റിൽ കാണാനുണ്ട്. കാരണം അത്ര ഒരുപക്ഷെ ഒരു പാഠപുസ്തകമാണ്, മലയാളത്തിലെ ഒരു ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേ ആണ്. അങ്ങനെ ഉള്ളിൽ നിന്ന് വരുന്നത് കൊണ്ട് ഞെക്കിപ്പിഴിഞ്ഞെടുക്കേണ്ട കാര്യമില്ല. ഇറ്റ് ഇസ് ഒരു നാച്ചുറൽ ഒരു ഒഴുക്ക് സംഭവിക്കുന്നുണ്ട് എഴുത്തിൽ. ഇപ്പം മോഹൻലാലിൻ്റെ അടുത്ത് നറേറ്റ് ചെയ്തിട്ട് പിന്നെ സ്ക്രിപ്റ്റ് വായിക്കൽ, പിന്നെ ഫുൾ സ്ക്രിപ്റ്റായിട്ട് കൊടുത്തില്ല. ലാലൊരിക്കൽ ഒരു ചെന്നൈയിലേക്ക് മറ്റോ ഫ്ലൈറ്റിൽ പോകുന്ന വഴിക്ക് ബൈൻഡഡ് സ്ക്രിപ്റ്റ് കൊടുത്ത് പുള്ളി അതും കൊണ്ടുപോകുമായിരുന്നു. ഇതിലിപ്പം ആ കത്തിതാഴിയുടെ ആ സീനിലേക്കൊക്കെ വരുമ്പോഴും അത്തരം പല പെർഫോമൻസും ഉണ്ട്. പലപ്പോഴും സാറ് പറഞ്ഞിട്ടുമുണ്ട്, ചില ആ സീനൊക്കെ കഴിയുമ്പോൾ മോഹൻലാൽ പോലും വേറെ ലോകത്താണോ എന്ന് തോന്നിയിട്ടുണ്ട് എന്ന്. പൊതുവെ ആളൊരു പ്രിപ്പറേഷൻ ഇല്ലാതെ അഭിനയിക്കുന്ന ആളാണ് എന്നാണല്ലോ പറയാറ്. പക്ഷെ ഇത് ഏതെങ്കിലും ഒരു സീൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇമോഷണലി ഭയങ്കരമായ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ള സീനൊക്കെ ചെയ്യുമ്പം എന്തെങ്കിലും തരത്തിൽ പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് തോന്നാറുണ്ടോ? അത് പുറമേ നമുക്ക് അറിയില്ല, അയാളുടെ ഉള്ളിൽ എന്തെങ്കിലും അയാൾ വർക്ക് ചെയ്യുന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ അത് പ്രകടമേ അല്ല. കാരണം അയാൾ ആ സമയം അതിന് തൊട്ടും പോലെ അയാൾ വളരെ സാധാരണക്കാരനായിട്ട് നമ്മളോട് തമാശകളൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ സെറ്റിലുള്ള ആരോടെങ്കിലും ഒക്കെ എന്തെങ്കിലും തമാശകളും കുസൃതികളും ഒപ്പിച്ചിരിക്കുന്ന ഒരാളാണ്. അല്ലാതെ അവിടുത്തെ ഒരു ലൈറ്റ് ബോയ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ട്രോളി ഓടിക്കുന്ന ആളായിരിക്കാം, അവരോടൊക്കെ ചിലപ്പോൾ അയാളായിരിക്കും ട്രോളി ചെല്ലാൻ കൂടുന്നത്. അങ്ങനെയൊക്കെ വളരെ ഈ കഥാപാത്രത്തെ അയാളുടെ ഉള്ളിൽ ഭാരമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളായിട്ട് ഞാൻ ഇന്നുവരെ കണ്ടിട്ടേ ഇല്ല. നമ്മൾ സ്റ്റാർട്ട് കട്ട് പറയുന്നതിൻ്റെ ഇടയിൽ മാത്രം മാറിപ്പോകുന്ന ഒരാളാണ്. ഈ കട്ട് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഭാരം ഇല്ല. ആ നിമിഷത്തിൽ ഹെവി സീൻ കഴിഞ്ഞാലും ഇല്ല. അത് കഴിഞ്ഞാൽ തന്നെ അപ്പോൾ പുള്ളി പറയും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവിടെ നിന്ന് മറ്റേ ഇത് കണ്ടു എന്നൊക്കെ പറയും. പുള്ളി അതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഒരുത്തൻ അതങ്ങനെ പുള്ളി അതിനെ ഒരു ഭാരമാക്കി ഇത് ഞാനെന്തോ വലിയ മഹാസംഭവം ചെയ്യുന്നതെന്ന് പുള്ളിക്കും തോന്നത്തില്ല, നമ്മളെ തോന്നിപ്പിക്കത്തില്ല. ഓക്കെ. ഇപ്പോൾ ഞങ്ങൾക്കൊന്നും പൊതുവെ പ്രേക്ഷകർ പറയുമല്ലോ വീണ്ടും കാണാൻ പറ്റില്ല, സങ്കടാവും എന്ന്. സാറിൻ്റെ കുറേ സിനിമകളുണ്ട് അങ്ങനെ. കിരീടത്തിലേക്ക് വരുമ്പോൾ അല്ലെ ചെങ്കോലാണ് തീരെ കാണാൻ പറ്റാത്തത്. സാറിന് നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല, എല്ലാം നിങ്ങൾ മേക്കേഴ്സ് ആയതുകൊണ്ട്. എന്നാൽ പോലും ഇരുന്ന് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും.
നമ്മൾ ഈ പറയുന്ന പോലെ അതിൻ്റെ നമ്മൾ ആ എഴുത്തിൻ്റെയും ആകെ പ്രീ പ്രൊഡക്ഷൻ്റെ സമയത്തൊക്കെ ഇത് ഒരുപാട് പ്രാവശ്യം വായിക്കുകയും ആ ഇമോഷനിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. പക്ഷേ മേക്കിംഗ് സമയത്ത് ഞാൻ എപ്പോഴും വളരെ ഡിറ്റാച്ച്ഡായിട്ട് ഒന്ന് ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്. കാരണം നമ്മൾ അങ്ങനെ ഒരു അതിലേക്ക് വീണ് പോകാൻ പാടില്ല. നമ്മളുടെ ഒരു തീരുമാനങ്ങളെ അത് ബാധിക്കും. നമ്മളൊരു ക്രിയേറ്റീവ് സ്പേസിലേക്ക് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഒരു ക്യാരിഡ് അവേ ആവാൻ പാടില്ല ഇമോഷൻസുമായിട്ട് എന്നുള്ള നിർബന്ധം എനിക്കുണ്ട്. ഞാനത് വളരെ ബോധപൂർവം അതിൽ നിന്നും മാറി നിൽക്കാറുണ്ട്. തിയേറ്ററിൽ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളെ സ്പർശിക്കാറുമുണ്ട്. ഈ അടുത്ത കാലത്ത് ഭരതം ഇതുപോലെ റിസ്റ്റോർ ചെയ്തിരുന്നു അവർ എൻ്റെ 3 പടങ്ങൾ ഇപ്പോൾ ചെയ്തു. അപ്പം ഒന്ന് കിരീടമാണ്, രണ്ടാമത്തത് ഭരതമാണ്, മൂന്നാമത്തത് ആകാശദൂതാണ്. ഇത് 3 ഇപ്പോൾ റിസ്റ്റോർ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനീ ഭരതം വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ അങ്ങനെ കാണുമ്പോൾ ഇതാണ്. അതും അന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇമോഷനും കൊണ്ടല്ലോ ഒന്നിനും സമയമില്ല. കാരണം പുതിയ കഥ കയ്യിൽ കിട്ടിയ പേപ്പർ കയ്യിൽ കിട്ടിയാൽ ഷൂട്ട് ചെയ്യുക എന്നുള്ള കണ്ടീഷൻ നിൽക്കുകയാണ്. അപ്പോൾ അതൊന്നും അന്ന് അതിനുള്ള സാവകാശമില്ലായിരുന്നു. പക്ഷേ ഞാൻ കുറേ കാലത്തിന് ശേഷം ഇതിങ്ങനെ പിന്നെ തിയേറ്ററിൽ കണ്ടു, പ്രിവ്യൂസൊക്കെ കണ്ടെങ്കിലും ഇപ്പോൾ കണ്ടപ്പോൾ ഒരു 3 സ്ഥലങ്ങളിൽ എൻ്റെ കണ്ണ് നിറഞ്ഞു. അത് പെർഫോമൻസ് കൊണ്ടും കണ്ടൻറ്റ് കൊണ്ടൊക്കെ തന്നെ സംഭവിക്കുന്നത്. ഇമോഷണലായിട്ട് നമ്മളെ ചില സമയങ്ങളിൽ അങ്ങനെ സ്പർശിച്ചു പോകുന്നുണ്ട്. കിരീടം എന്ന് പറയുമ്പോൾ കണ്ണീർപ്പൂവിൻ്റെ പാട്ട് അത് മലയാളികൾ മറക്കാത്തൊരു പാട്ടാണ്. ഇപ്പോഴും നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. ഭയങ്കരമായിട്ട് ചേർന്ന് നിൽക്കുന്നൊരു പാട്ടാണ്. ആ പാട്ട് കൊടുക്കുന്ന ഇമോഷണൽ ഹൈയും കുറച്ച് കൂടുതലാന്ന് തോന്നുന്നു അല്ലേ? ചില സമയത്ത് നമ്മൾ പറയാം പാട്ടിട്ട അതിൻ്റെ ഒരു മൂഡ് പോയി എന്ന് പറയും. പക്ഷെ ആ സിനിമയിലേക്ക് ഈ പാട്ട് വരുമ്പോൾ ആ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഈ കഥയുടെ ഘടനയുമായിട്ട് ചേർന്ന് തന്നെ നിൽക്കുകയാണ്. കാരണം ആ പാട്ടും കൂടെ ചേരുന്നതാണ് ഈ സിനിമ. ഈ കഥ പറച്ചിലിന് ആ പാട്ട് ആവശ്യമുണ്ട്. ഈ കഥയുടെ ഒരു ഗ്രോത്ത് ആ പാട്ടിലൂടെ സംഭവിക്കുന്നുണ്ട്. ഈ ദേവിയോട് യാത്ര പറഞ്ഞ് ഇനി എന്നെ കാണണ്ട പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന അയാളിൽ നിന്നും അയാളുടെ യാത്രകൾ, അയാൾ വീട് വിട്ട് നിൽക്കുന്നു, അയാൾ വീട്ടിലിൻ്റെ പുറത്ത് അയാൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളൊരു അന്വേഷണമുണ്ട് അതിനകത്ത്. ഇതൊന്നും എഴുതപ്പെട്ട സ്ക്രിപ്റ്റല്ല, അത് നമ്മൾ ഡയറക്ടോറിയലായിട്ടുള്ളൊരു ഒരു അന്വേഷണത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അച്ഛനും അമ്മയും വീട്ടിലുള്ള അവരുടെ അവസ്ഥ എന്താണ്, പിന്നെ ഈ കാമുകിയുടെ അവസ്ഥ എന്താണ്, ഇങ്ങനെ ആ കാമുകിയുടെ വിവാഹം അതിൻ്റെ ഇടയിൽ നടന്നു പോകുന്നുണ്ട്. അത് അയാൾ ഒളിഞ്ഞു നിന്നത് കാണുന്നുണ്ട്. അങ്ങനെ അയാളുടെ ജീവിതം തകർത്ത നിമിഷങ്ങളിലൂടെ, ഓർമ്മകളിലൂടെ അയാൾ കടന്നു പോകുന്നുണ്ട്. ഇയാൾ പണ്ടുപോയി ആരാധിച്ചിരുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിരുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ അടഞ്ഞ വാതിലുകൾക്ക് മുമ്പിൽ എല്ലാം അയാളുടെ മുമ്പിൽ ഇയാളങ്ങനെ അലഞ്ഞു നടക്കുന്നൊരു മനുഷ്യനാണ്. ഇതിൽ കൂടുതൽ നടപ്പാണ് അതിനെപ്പറ്റി പിന്നീട് ഞാൻ ബോധപൂർവം അന്ന് ചെയ്തപ്പോൾ ബോധപൂർവം അല്ലെങ്കിൽ പോലും പിന്നീട് ഇപ്പോൾ ചർച്ചകളൊക്കെ ഞാൻ കാണാറുണ്ട്. ആൾക്കാർ പറയുന്നത് ഈ പാട്ടുകളിലുടനീളം ഭൂരിഭാഗവും അയാൾ പിന്തിരിഞ്ഞ് നടക്കുകയാണ്, ക്യാമറയിൽ നിന്ന് അകന്ന് പോവുകയാണ്. അപ്പോൾ ജീവിതത്തിൽ നിന്ന് തിരിഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ കഥയുടെ വളർച്ച, ഈ കഥാപാത്രങ്ങളുടെ മാനസികമായ വളർച്ചയുടെ യാത്രയുടെയൊക്കെ ഒരു ഭാഗമായിട്ട് കണ്ണീർപ്പൂ എന്ന പാട്ട് ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഈ ലിറിക്സ് എഴുതുമ്പോൾ സാറിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് എങ്ങനെയാണ്? വിട്ടുകൊടുക്കുകയാണോ ലിറിസിസ്റ്റിന്? നമ്മൾ കൈതപ്പുറമാണ് അത് എഴുതിയിരിക്കുന്നത്. ഇത് ഈ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്തൊരു രസകരമായ കാര്യം സംഭവിച്ചത്, ഈ കമ്പോസ് ചെയ്ത പാട്ട് ഇതിനകത്തൊരു പ്രണയഗാനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ട്യൂൺ കമ്പോസ് ചെയ്തത്. അത് ഇതിൻ്റെ വളരെ ചടുലമായൊരു താളമാണ്. തന്നാന തന്നാന എന്ന് പറഞ്ഞൊരു ഫാസ്റ്റ് അടി കണ്ണീർപ്പൂവിൻ്റെ നമ്മൾ എഴുതിയിരിക്കുന്നത് വളരെ ഫാസ്റ്റായിട്ട് ഒരു ഫോക്ക് മോഡിലുള്ളൊരു പാട്ടായിട്ട് കമ്പോസ് ചെയ്തു. അപ്പോൾ ലോഹി ഇത് കേട്ടിട്ട് പറഞ്ഞ ഇതാണ് പ്രണയഗാനം എന്നുള്ള രീതിയിലാണ്. മറ്റേ രണ്ടാമത്തെ പാട്ട് സങ്കടപ്പാട്ട് പിന്നെ കമ്പോസ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ ലോഹി പറഞ്ഞു ഇതൊന്ന് താളം ഒന്ന് കുറച്ച് പാടാമെന്ന് ചോദിച്ചു. അപ്പോൾ എടോ ഇതെങ്ങനെയാണോ ഒരു പ്രണയഗാനം എങ്ങനെ താത്തിപ്പാടുന്നത്, ഇത് ആ ടെമ്പോ വേണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ലോഹി ഒന്ന് താത്തിപ്പാട്, അതിൻ്റെ ടെമ്പോ ഒന്ന് കുറച്ചിട്ടൊന്ന് പാടിക്കുന്നല്ലേ. അപ്പോൾ ജോൺസൺ മനസ്സോടെ അത് ടെമ്പോ കുറച്ച് ഇതെങ്ങനെ ശരിയാവുന്നത് പ്രണയത്തിന് ആ ടെമ്പോ വേണ്ടെന്നൊക്കെ ഉള്ള ചോദിച്ചിട്ട് പുള്ളി അത് പാടിയപ്പോഴത്തേക്ക് ലോഹി പറഞ്ഞത് മതി, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പാട്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അതിനൊരു മാറ്റം ഉണ്ടാകുന്നത്. അപ്പം തന്നെ കൈതപ്പുറം ഇത് എഴുതി കഴിഞ്ഞു. അതൊരു എന്താണ് ഭയങ്കര ഒരു
മനസ്സുകളുടെ ഒരു 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 കൂടിച്ചേരലുണ്ടല്ലോ, എല്ലാം ഒരേ ലൈനിൽ ചിന്തിക്കുന്ന കുറേ മനസ്സുകൾ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇപ്പം ലോഹി സാറ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇതുവരെ ചെയ്ത സിനിമയിൽ 2ാം ഭാഗം വേണമെന്ന് ആഗ്രഹിച്ച ഒരേ ഒരു സിനിമ കിരീടമാണ്, കാരണം അയാളുടെ ലൈഫ് കംപ്ലീറ്റ് അല്ല എന്ന് തോന്നിയിട്ടുണ്ട് എന്ന്. അന്ന് ഈ 2ാം ഭാഗം അത്ര ഇന്നത്തെ പോലെ അങ്ങനെ സീക്വൽ ഇതുമല്ലല്ലോ. ഇപ്പൊ ചെങ്കോലിലേക്ക് കടക്കാൻ ആദ്യമേ ചെയ്യുമ്പോൾ തന്നെ വിചാരിച്ചതോ കഴിഞ്ഞിട്ടാണോ ആലോചന ഉണ്ടായിരുന്നത്? ചെയ്യുമ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇല്ല. പിന്നെ ഞങ്ങൾ വളരെ യാദൃശ്ചികമായിട്ടുള്ള ഞങ്ങളുടെ ഒരു യാത്രയാണ്. ഞാനും ലോഹിയും ഉണ്ണിയും ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ 3 പേരും കൂടെ ഒരു പകൽ യാത്രയാണ്. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് മറ്റൊരു ട്രെയിൻ യാത്രയിൽ ഇങ്ങനെ വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ആരോ ചോദിച്ചു, സേതുമാധവൻ ഇപ്പം എവിടെയായിരിക്കും, അച്യുതൻ നായർ ഇപ്പം എന്തായിരിക്കും ചെയ്യുക എന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങളുടെ ഇടയിൽ തമാശയ്ക്ക് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ആ സംസാരത്തിൽ നിന്നാണ് ഇതിനൊരു 2ാം ഭാഗത്തെക്കുറിച്ച് അപ്പം നമുക്ക് അങ്ങനെ ഒന്ന് ആലോചിച്ചാലോ എന്ന് ചോദിച്ചു. അങ്ങനെ തുടങ്ങിയതാണ്. അതപ്പം അതിന് സാധ്യതയുണ്ടെന്ന് തോന്നി അങ്ങനെ അങ്ങ് കയറി പോകുന്നത്. ഈ സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു തിയേറ്റർ റിസപ്ഷൻ എങ്ങനെയായിരുന്നു? തിയേറ്റർ റിസപ്ഷൻ എനിക്ക് തോന്നുന്നത് കിരീടത്തെ അത്രത്തോളം വന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു പെർഫോമൻസ് ഏരിയയിൽ അത് മോഹൻലാലിനെ സംബന്ധിച്ചോളം കിരീടത്തിൻ്റെയൊക്കെ വളരെ മുകളിൽ തന്നെയുള്ള പെർഫോമൻസാണ് ചെങ്കോലിൽ അയാൾ ചെയ്തേക്കുന്നത്. അതിന് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ പറയാറുള്ള ഉത്തരവെന്ന് പറയുന്നത്, കിരീടത്തിലെ സേതുമാധവൻ ഒരു ഒരു മുൻ അനുഭവങ്ങളൊന്നും ഇല്ലാത്തൊരു സാധാരണക്കാരനായ ചെറുപ്പക്കാരനാണ്. അയാൾക്ക് അച്ഛൻ്റെ ആഗ്രഹത്തിന് പുറകെ സഞ്ചരിച്ച് ഒരു പോലീസ് ഇൻസ്പെക്ടറാകുന്ന ഇതിനപ്പുറത്തേക്ക് വലിയ ജീവിത ലക്ഷ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ചെങ്കോലിലെ സേതുമാധവൻ അനുഭവങ്ങളുടെ വലിയ ദുരന്തത്തിൻ്റെ വലിയ പാണ്ഡങ്ങളായിട്ട് നടക്കുന്ന ഒരാളാണ്. കടുത്ത തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളുടെ ഒരു ഭാരം അയാൾക്കുണ്ട്. അതിൽ നിന്നാണ് അയാളുടെ മുന്നോട്ടുള്ള യാത്ര, അല്ലെങ്കിൽ അച്യുതൻ നായരുടെ യാത്ര. അതിൽ ഓരോ കഥാപാത്രങ്ങളും ഒരു ദുരന്തത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ്. അതാണ് ആ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. വെറുതെ ഒരു സീക്വലല്ല. 2ാം ഭാഗം ഇപ്പം നമ്മളിപ്പം മറ്റ് പല സിനിമകൾക്ക് സീക്വൽ ഉണ്ടാകുന്നത് ചിലപ്പോൾ ചില ഇൻവെസ്റ്റിഗേഷൻ, ഇപ്പം CBI ഡയറക്ടർ ഇൻവെസ്റ്റിഗേഷൻ മാത്രമാണ്, ഒരു പുതിയ കേസിലേക്ക് ചെല്ലുന്ന അന്വേഷിച്ച് പോകുന്നത്. ഇതല്ല, ഒരു പുതിയ കഥാപാത്രങ്ങളുടെ സഞ്ചാരം തുടർച്ചയാണ്, അല്ലാതെ പുതിയ കഥയല്ല. അവരുടെ ജീവിതത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്ന് അവർ ഉള്ള യാത്രയാണ് നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ എത്രയോ പേര് അതിൽ വർക്ക് ചെയ്തവരല്ലേ. ഇപ്പോൾ തിലകൻ, കബീർ പന്നം, ഒരുപാട് പേരുണ്ട്. കൊച്ചിൻ ഹനീഫ, ശ്രീനാഥ്, ജഗദീഷ്, ശ്രീകുമാറിൻ്റെ പല സീനുകളും റീലായിട്ട് വരാറുണ്ട് ഇപ്പോഴും. അങ്ങനെ ഒരുപാട് പേരെ ഓർക്കാനും കൂടി ഉണ്ടാവുമല്ലോ, ഒത്തിരി പേരെ മിസ് ചെയ്യുന്നുണ്ടാവുമല്ലോ സാറിനല്ലേ? തീർച്ചയായിട്ടും. കാരണം നമ്മളന്ന് ഇതിൻ്റെ ഒരു ട്രെയിലർ ലോഞ്ചൊക്കെ വെച്ചപ്പോൾ നമ്മൾ ഇവരെ എല്ലാവരെയും ഫോട്ടോകൾ വെച്ചിട്ട് അവരെ അതിനു മുമ്പിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് തന്നെയാണ്. അവരെ ഒന്നും ഓർക്കാതെ, അവരെ ആദരിക്കാതെ ഇതിനൊരു 2ാം ഭാഗത്തിലേക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റിലീസിലേക്കോ ഒന്നും നമുക്ക് കിടക്കാൻ പറ്റത്തില്ല. കാരണം ഇവരുടെ എല്ലാം വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇവരെല്ലാവരും ഈ പറയുന്ന സോക്കോൾഡ് ആക്ടേഴ്സ് എല്ലാം ഗംഭീരമായ ആക്ടേഴ്സാണ്. നമുക്കിപ്പോൾ അറിയാമല്ലോ, ഇവരെല്ലാവരും തിലകൻ ചേട്ടനായാലും ശങ്കരാടി ചേട്ടൻ, കോട്ടൂർ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, മുരളി, ഹനീഫ, എല്ലാവരും, കബീർ പന്മ ചേച്ചിയും ഫിലോമിന ചേച്ചി, എല്ലാവരും അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്. ഇപ്പം അടുത്ത കാലത്ത് ഇപ്പോൾ ഈ പടത്തിൻ്റെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ കൂടുതലായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നൊരു റീലെന്ന് പറയുന്നത് ജീവിതം എനിക്ക് കഴിവിട്ട് പോകുന്നു എന്ന് പറയുന്ന ഒരു സീക്വൻസ്. അതിനകത്ത് പൊന്നമ്മ ചേച്ചിയും തിലകൻ ചേട്ടനും ഒക്കെ ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു പെർഫോമൻസാണ് അവരുടെയൊക്കെ. ആ മറ്റേ പുഴ പോലത്തെ ആ സ്ഥലത്തുനിന്ന് ശ്രീനാഥിനോട് ഇതുപോലൊരു ഡയലോഗ് പറഞ്ഞ് അതും ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നാറുണ്ട്. ശ്രീനാഥിൻ്റെ അവിടെ ഇരിക്കുമ്പോൾ ഇയാൾ ഈ വീട്ടിൽ നിന്ന് ഈ ഇറങ്ങിപ്പോക്കിന് ശേഷമാണ്. അപ്പോൾ അവിടെ വെച്ച് ശ്രീനാഥ് അയാളടുത്ത് ചോദിക്കുന്നുണ്ട്, നിൻ്റെ വേഷം എന്താ ഇങ്ങനെ? അപ്പോൾ അയാൾ പറയും, വല്ലാതെ കഴുകി മടുത്തതാന്ന് പറയും. അയാൾ ഹനീഫായിട്ടുള്ളൊരു വൽപ്പിടുത്തതിന് ശേഷം അയാൾ ചെളിയൊക്കെ വല്ലാതെ കഴുകി മടുത്തതാന്ന് പറഞ്ഞിട്ട് ഇയാളുടെ സജഷനിലെ ശ്രീനാഥിൻ്റെ ഒരു റിയാക്ഷനുണ്ട്. അവിടെ നിന്ന് ഇയാൾ ബാക്കിലേക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ ലാലിൻ്റെ അടുത്ത് ബാക്കിൽ ലാൽ കിടക്കുന്ന ലാലിലേക്ക് ക്യാമറ ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പോൾ ലാലിങ്ങനെ അപ്സൈഡ് ഡൗൺ ആയിട്ട് നമ്മൾ കാണുന്നത്. അത് ലാലിക്ക് എടുത്തപ്പോൾ തന്നെ പറഞ്ഞു, എൻ്റെ തലതിരിച്ചാണല്ലോ താൻ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു, തമാശയ്ക്ക് പറഞ്ഞു. പക്ഷേ അതിനെപ്പറ്റി പല വ്യാഖ്യാനങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട്. അയാളുടെ ജീവിതം തകിടം മറിഞ്ഞു പോയി എന്ന് പറയുന്നത് പോലെ നമ്മൾ ഉദ്ദേശിക്കാത്ത വ്യാഖ്യാനങ്ങൾ അതിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ കിരീടത്തിൻ്റെ പിന്തിരിഞ്ഞെടുപ്പെന്നൊക്കെ പറയുന്നത് തന്നെ. പക്ഷേ അതിനൊക്കെ ആ രീതിയിൽ അവർ കാണുന്നതും നല്ല കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ഉദ്ദേശിച്ചില്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള അർത്ഥങ്ങൾ അതിലേക്ക് ചേർക്കപ്പെടുന്നതും നല്ല കാര്യമല്ലേ. അതുപോലെ കിരീടം പാലം ആ ഏരിയ ഇപ്പം ഒരു സിനിമ ടൂറിസം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട്
ഭയങ്കരമായ മാറ്റം വന്നു എന്നാണ് ആളുകൾ പറയുന്നത് അല്ലേ? അങ്ങനെ കൂടി ഈ സിനിമ അതെ 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 അത് ഒരുപക്ഷെ അങ്ങനെ ഒരു സിനിമയുടെ പേരിലൊരു സ്ഥലം അറിയപ്പെടുക, കിരീടം പാലം എന്ന് പറയുന്ന രീതിയിൽ ആ പ്രദേശം അറിയപ്പെടുക, അത് അവിടേക്ക് ആൾക്കാരത് കാണാനെത്തുക, അതൊക്കെ പറയുന്നത് അതും ഇതിൻ്റെ ഒരു വലിയ സന്തോഷങ്ങളൊന്നാണ്. മോഹൻലാലിൻ്റെ ട്രെയിലർ ലോഞ്ചിൽ വീണ്ടും പറഞ്ഞതുപോലെ നമുക്കറിയാവുന്നതാണ്. എന്നാലും ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലേക്ക് ഓഡിഷന് വരുമ്പോൾ സാറ് 2 മാർക്കാണ് 100-ൽ കൊടുത്തത്. പക്ഷേ 2 ദേശീയ അവാർഡ് കൊടുത്തു, സംസ്ഥാന അവാർഡുകൾ കൊടുത്തു. അത്രയും നല്ല പെർഫോമൻസ് ഉള്ള ഒരുപാട് സിനിമകളുണ്ടായി. അപ്പോൾ കിരീടം വീണ്ടും തിയേറ്ററിലേക്ക് എത്തുമ്പോൾ കാണാത്തവരൊക്കെ കാണട്ടെ, കണ്ടവരും കാണട്ടെ അല്ലേ? കണ്ടവർ കണ്ടിരിക്കും, കണ്ടവരും കാണാൻ വരും. കാരണം ഇതിൻ്റെ ഫീഡ്ബാക്സ് കിട്ടുന്നതൊക്കെയാണ് എല്ലാവരും തന്നെയാണ്. ഞങ്ങൾ ഇനിയും കാണും 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 തന്നെയാണ്. അതൊരു നമ്മൾ ചെറിയ സ്ക്രീനിൽ കാണുന്ന പോലെ അല്ലല്ലോ. ഞാനിപ്പോഴും കാണുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും മോഹൻലാലും തിലകഞ്ചേട്ടനൊക്കെ ഇങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോഹിയും എഴുത്തിൻ്റെ ഓരോ ഡയലോഗുകളും എന്തൊരു ഗഹനമാണ് അതിൻ്റെ ഓരോ വാക്കുകൾക്കും. അപ്പം താങ്ക് യു സർ.